പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ടത് എന്താണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഒരു ആക്സസറി സെക്സ് ഗ്ലാൻഡ് ആണ്. ഇത് പുരുഷന്മാരിൽ കാണുന്ന ഒരു അവയവമാണ്. ഇത് നമ്മുടെ മൂത്രസഞ്ചിയുടെ താഴെ മൂത്ര നാളിക്ക് ചുറ്റും കാണുന്ന ഒരു അവയവമാണ്. യൂഷ്വലി ഒരു നാരങ്ങേൻ്റെ വലിപ്പമാണ് അതിന് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥി ഒരു 40 വയസ്സിന് മേലെ അതിൽ ചെറിയ വീക്കം സംഭവിക്കുന്നത് സർവ്വസാധാരണ. നമ്മൾ ഒരു മുടി നരിക്കുന്ന പോലെയുള്ളൂ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൂത്രനാളിക്ക് ചുറ്റും ഇരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. അപ്പോൾ ഇത് വളരുമ്പോൾ മൂത്രനാളിയിൽ ഇത് കംപ്രഷൻ ഉണ്ടാകുമ്പോൾ മൂത്രം പോകാനുള്ള ചെറിയ പ്രയാസങ്ങൾ വരും. അതാണ് യൂഷ്വലി രോഗിക്ക് പ്രയാസമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാൾക്ക് എന്തായിരിക്കും പ്രശ്നം? അതിന് നമ്മൾ LUTS എന്ന് പറയും, അതായത് ലോവർ യൂറിനറി ട്രാക്ട് സിംറ്റംസ്. അതായത് മൂത്രം പോയി നിന്നാൽ ഉടനെ വരാതിരിക്കുക, മൂത്രം ഒഴിക്കാനായിട്ടുള്ള സ്പീഡ് കുറയുക, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ വേണ്ടി സ്ട്രെയിൻ ചെയ്യേണ്ടി വരിക, മൂത്രം ഒഴിച്ച ശേഷം വീണ്ടും ഒഴിക്കേണ്ടി വരിക, അല്ലെങ്കിൽ മൂത്രം വിട്ട് ഒഴിക്കുക. ഇത് കൂടാതെ ചിലപ്പോൾ ഇറിറ്റേറ്റീവ് സിംറ്റംസ് വരും. അതായത് ഇത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ബ്ലാഡറിലോട്ട് തള്ളി നിൽക്കുകയാണെങ്കിൽ മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കേണ്ടി വരിക, രാത്രിയിൽ 3-4 പ്രാവശ്യം ഒഴിക്കേണ്ടി വരിക, അല്ലെങ്കിൽ തോന്നിൽ അപ്പം തന്നെ മൂത്രം ഒഴിക്കേണ്ടി വരിക. ഈ സിംറ്റംസാണ് യൂഷ്വലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഈ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രായം കൊണ്ടുണ്ടാകുന്ന പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം ആവാം, ഇല്ലെങ്കിൽ അപൂർവമായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറോ, അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ കല്ലോ, അല്ലെങ്കിൽ മൂത്രനാളിയിൽ ചുരുക്കമോ, അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ ഒരു ട്യൂമറോ, ഈ കണ്ടീഷൻസ് എല്ലാം ഇങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് കറക്റ്റ് ഡയഗ്നോസിസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അടുത്തുള്ള യൂറോളജിസ്റ്റിനെ പോയി കാണുക. അവർ നോക്കിയിട്ട് ഇതിനുള്ള ബേസിക് കാര്യങ്ങൾ നോക്കും. ബേസിക് ആണെന്ന് ഫസ്റ്റ് ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. പിന്നെ ഒന്ന് വയറൊന്ന് പരിശോധിക്കും, മൂത്രം കെട്ടി നിൽക്കുന്നുണ്ടോ നോക്കും, മൂത്രനാളിയിൽ എന്തെങ്കിലും ചുരുക്കം ഉണ്ടോ എന്നുള്ള എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. പിന്നെ മലദ്വാരത്തിൽ കൂടെ കൈയിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഫീൽ ചെയ്ത് നോക്കും. ഇത്രയാണ് നമ്മളൊരു എക്സാമിനേഷനിൽ വരുന്നത്. അടുത്തത് നോക്കുന്നത് കുറച്ച് ബേസിക് ടെസ്റ്റുകളാണ്. ബേസിക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കാനായിട്ട് ഒരു യൂറിൻ റൊട്ടീൻ ടെസ്റ്റ് ചെയ്യും, പിന്നെ കിഡ്നി ഫംഗ്ഷൻ, ബ്ലഡ് കൗണ്ട്സ് നോക്കും, പിന്നെ ഒരു PSA ടെസ്റ്റ് ചെയ്യും, എസ്പെഷ്യലി 40 വയസ്സിന് മേലെ ആണെങ്കിൽ. ആ PSA ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു ഓർഗൻ സ്പെസിഫിക് ടെസ്റ്റാണ്. അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഇൻഫെക്ഷനോ ട്യൂമറോ ഉണ്ടെങ്കിൽ കൂടുന്നൊരു ടെസ്റ്റാണ്. അപ്പോൾ യൂഷ്വലി നമുക്കൊരു 4 താഴെ ആയിരിക്കും PSA ടെസ്റ്റിൻ്റെ വാല്യൂ. ഒരു 10 മേലെയാണെങ്കിൽ അതിന് ഇവാലുവേഷൻ വേണ്ടി വരും. അപ്പം അടുത്ത് നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു അൾട്രാസൗണ്ട് സ്കാൻ, ഒരു യൂറോഫ്ലോമെട്രി ടെസ്റ്റ്. യൂറോഫ്ലോമെട്രി എന്നൊരു മെഷീനിലോട്ട് മൂത്രം ഒഴിക്കുന്ന ടെസ്റ്റാണ്. അതിൻ്റെ കറക്റ്റ് സ്പീഡൊക്കെ മനസ്സിലാക്കാനാവും. പിന്നെ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു യൂറിൻ കൾച്ചർ ചെയ്യും. ഇത്രയാണ് ഒരു ബേസിക് ടെസ്റ്റായിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിനുശേഷം നമ്മൾ നോക്കുന്നത് എങ്ങനെ ഇതിനെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു മൈൽഡ് ടു മോഡറേറ്റ് സിംറ്റംസ് ആണെങ്കിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് വളരെ ഫലപ്രദമാണ്. മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനുള്ള ടാബ്ലറ്റ്സ്. പക്ഷേ പേഷ്യൻറ്റിന് വലിയ ഈ സിംറ്റംസ് ഇല്ലെങ്കിൽ നമുക്കൊരു ഇപ്പോൾ പേഷ്യൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന വേറെ കണ്ടീഷൻസുള്ള ടാബ്ലറ്റും ഫ്ലൂയിഡും ഒക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാനേജ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ടാബ്ലറ്റ്സ് നമുക്ക് ഇല്ലാതെ മുമ്പോട്ട് പോകും. അതേസമയത്ത് ഇപ്പോൾ ടാബ്ലറ്റ്സ് എടുത്തിട്ടും റിലീഫ് ഇല്ല, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇതിനുള്ള ഇൻ്റർവെൻഷൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കോംപ്ലിക്കേഷൻസ് പറയുമ്പോൾ ഇത് കാരണം എന്തൊക്കെ സംഭവിക്കുക? ഇത് കാരണം സംഭവിക്കാവുന്നത് മൂത്രം കെട്ടി നിൽക്കാം, മൂത്രം പോകാണ്ടിരിക്കാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്ന് ബ്ലീഡിങ് കാരണം ഈ മൂത്രത്തിൽ കൂടെ അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാവാം, മൂത്രസഞ്ചിയിൽ കല്ലുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ബാക്ക് പ്രഷർ വന്നിട്ട് കിഡ്നിക്ക് തന്നെ ഡാമേജ് ഉണ്ടാവും. ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് എടുത്ത് റിലീഫ് ഇല്ലെങ്കിലോ നമ്മൾ ഇതിൻ്റെ ഇൻ്റർവെൻഷൻ, അതായത് ഇതിൻ്റെ സർജിക്കൽ മാനേജ്മെൻറ്റിലോട്ട് പോകേണ്ടി വരും. ഇപ്പോൾ സർജിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് വയറ് തുറന്ന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പുറത്തു മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ എന്നിട്ട് നമുക്ക് ബേസിക്കലി എൻഡോസ്കോപ്പി ട്രീറ്റ്മെൻറ്റ് ആണ്. എൻഡോസ്കോപ്പി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ TURP, അതായത് ട്രാൻസ്യൂറത്തൽ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്. അതായത് എൻഡോസ്കോപ്പി ചെയ്ത് ഈ വീക്കം നിൽക്കുന്ന പ്രോസ്റ്റേറ്റിനെ ഇലക്ട്രോകോട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റുക. ഇതിന് യൂഷ്വലി നമുക്കിത് വളരെ സേഫ് പ്രൊസീജിയറാണ്. പിന്നെ പക്ഷേ നമുക്ക് ചില കാറ്റഗറി ഓഫ് പേഷ്യൻസിന് ഇത് ചെയ്യാനായിട്ട് പ്രയാസം വരും. അതായത് ഇപ്പം പേഷ്യൻറ്റിന് ഒരു അനസ്തീഷ്യയ്ക്ക് ഫിറ്റുള്ള പേഷ്യൻ്റ് അല്ല, അങ്ങനത്തെ അല്ലെങ്കിൽ വളരെ ഫ്രെയിൽ പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ന്യൂവർ മെത്തേഡ്സ് അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ വാട്ടർ വെപ്പർ തെറാപ്പിയൊക്കെയാണ് ന്യൂവർ മെത്തേഡ്. പക്ഷേ അതൊന്നും എല്ലാ കണ്ടീഷൻസിനും ഈ വാട്ടർ വെപ്പർ തെറാപ്പിയോ അല്ലെങ്കിൽ നമുക്ക് യൂറോ ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ ന്യൂവർ മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ അതൊന്നും എല്ലാ കണ്ടീഷൻസിനൊന്നും അത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് പേഷ്യൻ്റ് സ്പെസിഫിക് പേഷ്യൻ്റെ കാറ്റഗറി നോക്കിയിട്ട് നമുക്ക് എന്ത് വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള യൂറോളജിസ്റ്റിനെ പോയി കാണുക, കറക്റ്റ് ഒരു ഡയഗ്നോസിസ് വരുത്തുക, എന്നിട്ട് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക.